ചാനൽ ഡിലീഷ്യസ് മൊമെൻറ്റ്സ്. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് പനീർ മസാലയും സ്പൈസി പനീർ മസാലയും ഗീ റോസ്റ്റുമാണ്. അപ്പോൾ ഞാനിവിടെ പനീർ മസാല ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ പനീർ ക്യൂബ്സ് ആണ്. അപ്പോൾ ഈ പനീർ ക്യൂബ്സിൽ നമുക്ക് സാധാരണ ഒരു ഫ്ലേവറും ഉണ്ടാവില്ല, ഉപ്പും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഉപ്പ് കിട്ടാൻ വേണ്ടി ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നല്ല തിളച്ച വെള്ളത്തിൽ അല്പം ഉപ്പിട്ട് ഒരു 15 മിനിറ്റ് പനീർ കുതിർത്ത് വെക്കുക. അപ്പം പനീർ നന്നായിട്ട് കുക്കാവുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ അതിൽ ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ച ആ പനീർ ക്യൂബ്സൊക്കെ വേറൊരു ബൗളിലേക്കിട്ട് അതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് എല്ലാ ഐറ്റത്തിലും ഫുഡ് ഐറ്റത്തിലും നമുക്ക് ചേർക്കാം. വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നീങ്ങിക്കിട്ടും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വളരെ നല്ലതാണ്, സേഫാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അതാവുമ്പം എരിവ് അത്ര ഉണ്ടാവില്ലല്ലോ, കുട്ടികൾക്കും നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് 1/4 ടീസ്പൂൺ ഉപ്പ്. 1/4 ടീസ്പൂൺ വേണമെന്നില്ല, ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഗരം മസാല. ഗരം മസാല ഇല്ലാത്തൊരു കളി എനിക്കില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്പൈസസും കൂടി അതിൽ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒക്കെ ഗുണം നമ്മൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു സ്പൂണ് വെച്ചിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം കുതിർത്ത് വെച്ച പനീർ ക്യൂബ്സ് ആയതുകൊണ്ടാണ്, അത് ഉടഞ്ഞു പോകും. അപ്പോൾ ചൂടായ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഗീയും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിക്കുക. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പനീർ ക്യൂബ്സ് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം, അതായത് ഈ ഓയിലിട്ടിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഒരു ഫ്ലേവറും ഇല്ലാത്ത പനീർ ക്യൂബ്സിനെ എങ്ങനെ ഫ്ലേവർ ഉള്ളതാക്കി മാറ്റാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഓയിലിൽ കിടന്ന്, ഓയിലും ഗീയും ഒക്കെ ഉള്ള ഒരു മിക്സിൽ കിടന്ന് നന്നായിട്ട് 2 സൈഡും നന്നായിട്ടല്ല, ഡീപ്പ് ഫ്രൈ അല്ല, ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിന് വേണ്ടിയുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ മസാല റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സവോളയാണ്, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇതൊക്കെ നമ്മൾ ആ പനീർ ക്യൂബ്സ് ഫ്രൈ ചെയ്തെടുത്ത ആ ഓയിലിൽ തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കുന്നത്. ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തതും പച്ചമുളകും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഫൈൻ പേസ്റ്റ് ആക്കുന്നതിലും നല്ലത് ചതച്ചെടുക്കുന്നതാണ്. ശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ സവോള ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റണം. പിന്നെ ജസ്റ്റ് ഒന്ന് വഴന്നു വന്നാൽ ശേഷം നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ ആഡ് ചെയ്ത് പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് നന്നായിട്ട് മിക്സായി അതിൻ്റെ ആ തക്കാളിയുടെ നീരൊക്കെ ഇതിലിങ്ങനെ ഇറങ്ങണം. അവിടെയാണ് നമ്മൾ ടേസ്റ്റ്, ഏതൊരു മസാലയുടെയും ടേസ്റ്റ് ഈ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു, അത് മിക്സ് ചെയ്യുമ്പോഴുള്ള ആ ഒരു രീതിയാണ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്യണം. അപ്പോൾ പനീറിൻ്റെ ആ ഒരു ടേസ്റ്റും ഈ തക്കാളി ഉള്ളി മിക്സിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി നല്ലൊരു ഫ്ലേവറാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അല്പം മല്ലിയിലയാണ്. അപ്പം അതും കൂടി ഇട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഓക്കെ, നമ്മുടെ പനീർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഗീ റോസ്റ്റ്. നമ്മൾ തട്ടുകടയിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഗീ റോസ്റ്റിങ്ങിന് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നാണ്. വളരെ നൈസായിട്ടുള്ള കടലാസ് പോലെയുള്ള ഗീ റോസ്റ്റ്
അതായത് ആ ഒരു ദോശ, തട്ടുകട ദോശയില്ലേ, നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു തട്ടുകട ദോശ. നിങ്ങൾക്ക് ഞാൻ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നമ്മൾ ഒറോട്ടിയൊക്കെ ചുടുന്ന ആ ഒരു തവയില്ല, അതിലാവുമ്പോൾ നമ്മൾക്ക് വിശാലമായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ നന്നായിട്ട് ഗീ ആഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ ആ ഒരു ഗീ റോസ്റ്റിന് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു മീഡിയം സൈസാണ്. ഇനി കുറച്ചും കൂടി വലുതൊന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് പരത്തിയപ്പം ഞാൻ സ്പൂണിലെടുത്തപ്പം കുറച്ച് കുറഞ്ഞു പോയി മാവ്, അതുകൊണ്ടാണ്. ഓക്കെ, എന്നാലും സെയിം ആ ഒരു തട്ടടയിൽ കിട്ടുന്ന ആ ഒരു ഇതന്നെ ഉണ്ട് കാണാൻ. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു ദോശയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എങ്ങനെയാണ് ചുട്ടെടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. കണ്ടില്ല, ദോശ നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. അതിൽ ഗീ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഗീ ഒരു കുഴപ്പമില്ല, ഗീ നമ്മൾക്ക് ഹെൽത്ത് വൈസും നല്ലതാണ്. എസ്പെഷ്യലി കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ, ചെറിയ കുട്ടികൾക്ക് ഗീ ഏറ്റവും നല്ലതാണ്. അവരുടെ ബുദ്ധി വികസിക്കാനൊക്കെ വളരെ നല്ലൊരു സാധനമാണ് ഗീ. അപ്പോൾ നിങ്ങൾ ഗീ നന്നായിട്ട് ഇട്ടിട്ട് തന്നെ കൊടുത്തോളൂ അവർക്ക്, കുട്ടികൾക്ക്. അപ്പോൾ ഗീ ഉണ്ടെങ്കിൽ ഇത് ആ ഗീയിൽ കിടന്നിങ്ങനെ മൊരിഞ്ഞ് വരണം ഈ ഒരു ദോശ. കണ്ടില്ലേ, രണ്ട് സൈഡും ഗീയിൽ കിടന്ന് ജസ്റ്റ് ഒരു കടലാസ് പോലെ തന്നെ ഉണ്ട്. തട്ടുകടകളുടെ അതേപോലെ ഉണ്ട് കാണാനും കഴിക്കാനൊക്കെ അതുപോലെ ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് ആ പനീർ മസാല ഈ ദോശയിൽ ആഡ് ചെയ്ത് അങ്ങനെയും കഴിക്കാം, കുറച്ച് ചട്നിയും കൂടി ഉണ്ടാക്കാം, അങ്ങനെയും കഴിക്കാം. പിന്നെ ഗീ റോസ്റ്റ് കുറച്ച് ചട്നിയുടെ കൂടെ അങ്ങനെയും കഴിക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.